നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ഹൃദയതാളം എന്ന കവിതാ സമാഹാരം ഇറക്കിയ എഴുത്തുകാരൻ രാജേന്ദ്രൻ മാന്നാട്ടിനെ പരിചയപ്പെടുവാനാണ്. 2 വാള്യങ്ങളായിട്ടാണ് ഹൃദയതാളം എഴുതിയിരിക്കുന്നത്. സാഹിത്യകാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, കലാകാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ വളരെ സങ്കടകരമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈവിരലുകളിൽ എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖം മൂലം വലതു കൈയിൻ്റെ 5 വിരലുകളും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇടതു കൈയിൻ്റെ കൈത്തണ്ടയും എല്ല് പൊടിഞ്ഞ അസുഖം മൂലം വളരെ ശോചനീയാവസ്ഥയിലാണ്. പ്രമേഹ രോഗം ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാലിനും വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. മാത്രമല്ല, ഭാര്യ ക്യാൻസർ ബാധിച്ച് 15 വർഷം മുമ്പ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏകമകൾ അമുദയാണ് നമ്മൾ കാണുന്നത്. 32 വയസ്സായ ഈ കുട്ടി ഭിന്നശേഷിക്കാരിയാണ്. തൻ്റെ കാലശേഷം ഈ കുട്ടിയെ ആര് നോക്കും, തൻ്റെ മകളെ ആര് നോക്കും എന്നുള്ള ആശങ്കയിലാണ് രാജേന്ദ്രൻ ഇരിക്കുന്നത്. ജീവിത ചെലവിനായി അന്നേരത്തെ ഭക്ഷണം ലീഡ് കോളേജിൽ നിന്നും കിട്ടുന്നു. വ്യാപാരി വ്യവസായി യൂണിറ്റ് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ കഷ്ടപ്പാടിലാണ് ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെയും മകളുടെയും ചികിത്സയ്ക്കായി ചിലവാക്കി സ്വന്തം കിടപ്പാടം പോലും വിറ്റുകളഞ്ഞ് ചികിത്സിച്ചെങ്കിലും ഭാര്യയെ രക്ഷിക്കാനായില്ല. മകളുടെ ചികിത്സയും ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി സുമനസ്സുകളുടെ സഹായമാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. പലരും നൽകുന്നു. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആശങ്കയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാരിയായ 32 വയസ്സുള്ള മകൾ. തൻ്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ, എന്തു ചെയ്യും? വളരെ ആശങ്കയിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇത് നമുക്ക് നേരിട്ട് ചെന്നാലും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹജീവികളായ നമ്മൾ ഓരോരുത്തരുമാണ് ഇവരെ സഹായിക്കേണ്ടത്. സന്മനസ്സുള്ള വ്യക്തികൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അത് നല്ലൊരു കാര്യമാകും എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെയും മകളുടെയും അവസ്ഥ നേരിട്ട് കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഇദ്ദേഹം ഇപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ തീക്കനലുകളാണ് ഉള്ളതെന്ന് നമുക്ക് നേരിട്ട് ചെന്നാൽ ബോധ്യമാകും. നല്ലവരായ സുഹൃത്തുക്കളെ, കഴിയുന്നത്ര സഹായം ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക. മാത്രമല്ല, ഈ ഭിന്നശേഷിക്കാരായ 32 വയസ്സുള്ള മകളെ സുരക്ഷിതമായ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റിയാൽ അതും വലിയൊരു ഉപകാരമായിരിക്കുമെന്നും നമ്മൾ പറയുന്നു. എൻ്റെ പേര് രാജേന്ദ്രൻ മന്നാട്ട്. ഹൃദയതാളം എന്ന പേരിൽ 2 കവിതാ സമാഹാരങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ പല കവിതകളും ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളുടെയും ദുരിതങ്ങളുടെയും നേർചിത്രങ്ങളാണ്. ഏകദേശം 30 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയത്. എൻ്റെ വിവാഹശേഷം എനിക്കൊരു മകൾ ജനിച്ചു. ഡോക്ടർമാരുടെ കൈപ്പിഴ എൻ്റെ മകളുടെ ഞരമ്പിൽ ചെറിയൊരു ക്ഷതമേൽക്കുകയും അത് വർഷങ്ങളോളം
ഫിക്സായി മാറി. വെല്ലൂരും മദ്രാസും എല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തി. മകൾ ഒരുവിധം നോർമലിലായി വന്നപ്പോൾ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ പിടിപെട്ടു. ഭാര്യയെ ഏകദേശം 12 കൊല്ലത്തോളം ട്രീറ്റ് ചെയ്തു. 3 മേജർ സർജറികൾ ചെയ്തു. അവസാനം ഭാര്യ മരണപ്പെട്ടു. അതിന് ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. എൻ്റെ കിടപ്പാടും നഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ കല്യാക്കുളങ്ങര NSS കരയോഗത്തിൻ്റെ മന്ദിരത്തിലാണ് 14 കൊല്ലം അഭയം പ്രാപിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് ഭൂരഹിത കേരളം പദ്ധതിയിലൂടെ 3 സെൻറ്റ് സ്ഥലം ധോണി പൈറ്റാങ്കുന്നത്ത് ലഭിക്കുകയുണ്ടായി. പിന്നീട് വന്ന ഗവൺമെൻറ് പദ്ധതിയിലൂടെ എനിക്ക് ഒരു വീട് സ്വന്തമായി കിട്ടി. ആ വീട്ടിലാണ് ഞാനും മോളും ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ കാൽവിരലുകളൊക്കെ മുറിച്ചു മാറ്റി. അവസാനം കാലിനകത്ത് പഴുപ്പ് കയറി പോളിയാർട്ടറി സർജറി ചെയ്തു. ഇപ്പോൾ വീണ്ടും കാലിനടിയിൽ ഡയബറ്റിക് അൾസർ ബാധിച്ച് വലിയൊരു ദ്വാരം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് അൾസറും ന്യൂറോപ്പതിയും ചേർന്ന് എൻ്റെ 2 കൈവിരലുകളിലെയും എല്ലുകൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 കൈവിരലുകളും 2 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 കൈയിനും സ്വാധീനമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളെല്ലാം എത്തിച്ചു തരുന്നത് ഇവിടുത്തെ ലീഡ് കോളേജ് അധികാരികളാണ്. 2 നേരത്തെ ഭക്ഷണം അവർ ഞാൻ കൃത്യമായി എത്തിച്ചു തരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ട ഇൻസുലിനും മറ്റു കാര്യങ്ങളും എത്തിച്ചു തരുന്നത് ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കിപ്പോഴും വലിയ ഒരു മനസ്സിലുള്ള സങ്കടം, ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ ഏകദേശം 35 കൊല്ലത്തോളം സജീവമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരാൾ പോലും എന്നെ ഒന്ന് സഹായിക്കുകയോ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയോ ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വരുമാനമാർഗം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ഇവരെ ഇപ്പോൾ മറ്റ് സന്നദ്ധ സംഘടനക്കാർ ആരെങ്കിലുമൊക്കെ സഹായമായിട്ട് എത്തുന്നുണ്ടോ? മരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട്? മരുന്നായിട്ട് എനിക്ക് വ്യാപാരി വ്യവസായി റെയിൽവേ കോളനി യൂണിറ്റ് 1 മാസത്തേക്ക് വേണ്ട ഇൻസുലിൻ എത്തിച്ചു തരുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യങ്ങൾ ലീഡ് കോളേജിൽ നിന്ന് എത്തിച്ചു തരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പെൻഷനുണ്ട് 2 പേർക്കും. പിന്നെ ചെറിയൊരു പെട്ടിക്കട നടത്തുന്നുണ്ട്. വലിയ കച്ചവടമൊന്നുമില്ലെങ്കിലും അതിൻ്റെയൊക്കെ വരുമാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ കുറേ നല്ല മനസ്സുകളുടെ സഹായങ്ങളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മോളെ നോക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണു കാര്യങ്ങൾ? 15 വർഷത്തോളമായി മോളെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആശങ്ക, എനിക്ക് ദിവസം തോറും ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാലശേഷം എൻ്റെ മോളുടെ സംരക്ഷണമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവളിപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിൻ്റെ ബെഡ്സ് സ്കൂളിൽ പോകുന്നുണ്ട്. പഞ്ചായത്ത് തന്നെ വാഹനം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി വൈകുന്നേരം കൊണ്ടുവന്നുള്ളൂ. അതെല്ലാം സൗജന്യമായിട്ടാണ് പഞ്ചായത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളെക്കുറിച്ചാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റിയ ഏതെങ്കിലും സന്നദ്ധ സംഘടനയോ നല്ല സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നന്നായി, അല്ലേ? അതെ, സുരക്ഷിതമായിട്ട് അവിടെ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ വളരെ സന്തോഷം. അത്തരം സംഘടനകൾ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ്. മുമ്പ് കുറച്ച് പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്നല്ലോ. സ്ഥിരമായിട്ട് പൊതുപ്രവർത്തനമായിരുന്നു. പഴയകാലത്ത് ഞങ്ങൾ കല്യാക്കുളങ്ങരയിലൊരു കലാസംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നെഹ്റു കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടും അങ്ങനെ ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതും ഒരു വരുമാനമാകും, അല്ലേ? അതെ സാറേ, അതുകൊണ്ട് പുസ്തകങ്ങളിപ്പോൾ കാര്യമായിട്ട് പോയിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ആവശ്യക്കാരൊക്കെ വരികയാണെങ്കിൽ എനിക്കതൊരു വലിയ സഹായം കൂടിയായിരിക്കും. എനിക്ക് ചികിത്സയ്ക്ക് കൂടി ആ പൈസ ഉപകരിക്കും. ഹൃദയതാളം എന്ന് പറഞ്ഞ 1-ാം ഭാഗം 2-ാം ഭാഗം കവിതാ സമാഹാരം, അല്ലേ? അതെ അതെ. 2-ാം ഭാഗത്തിൽ 1-ാം ഭാഗത്തിൽ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. 2-ാം ഭാഗം പുസ്തകം കുറേയധികം കൂടുതൽ കയ്യിലിരിക്കുന്നുണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇറക്കിയത് കൂടിയാണ്. അപ്പോൾ അതിൻ്റെയും ഭാരിച്ച സാമ്പത്തിക, അതെ, അതൊരു ബാധ്യതയാണ്. കഴിഞ്ഞ തവണ NSS ആണ് എനിക്ക് സ്പോൺസർ ചെയ്തത്. ഇത്തവണ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തതെങ്കിലും അത് വലിയൊരു ബാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ ഭാഗമാണോ NSS ചെയ്തത്? അത് 2-ാമത്തെ? 1-ാമത്തെ ഭാഗം ഫുള്ളായിട്ട് NSS ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കല്യാക്കുളങ്ങര കരയോഗം അവരാണ് ആ പുസ്തകം സ്പോൺസർ ചെയ്തത്. അതെ, അവരാണ് നിങ്ങൾക്ക് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ സഹായങ്ങളും അവരാണ് ചെയ്തു തന്നത്.
ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് എങ്കിലും ഇപ്പോൾ ലീഡ് കോളേജിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നു, പിന്നെ നല്ലവരായ വ്യാപാരി വ്യവസായികൾ കുറച്ച് മരുന്നൊക്കെ എത്തിക്കുന്നു. എന്നാലും അത് ജീവിതത്തിൽ മുഴുവൻ എല്ലാ ദിവസത്തേക്കുള്ളത് തികയാറുണ്ടോ? അപ്പോൾ ഭക്ഷണം റെഡി, മരുന്നിൻ്റെ കാര്യത്തിൽ ഭക്ഷണം മരുന്നും നിത്യചെലവുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നിത്യചെലവുകൾ കഴിഞ്ഞ് പോകാൻ ഇപ്പോൾ പെൻഷൻ പലപ്പോഴും ബ്ലോക്ക് ആകുമ്പോൾ വലിയ പ്രശ്നമാകുന്നുണ്ട്. അതെ, ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ ഭക്ഷണവും മരുന്നും ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം അതിന് ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ വളരെ നന്നായി എന്നാണ്. അതെ, കുറേ നല്ല മനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഈ അസുഖം കാരണം ഒരു ജോലി ചെയ്യാൻ നിവൃത്തിയില്ലോ, കയ്യുമെടുത്ത് അല്ലേ? രണ്ട് കൈകൾക്കും സ്വാധീനമില്ലാത്ത, ഒരു ചായ വയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുപോലെ കൈ പൊള്ളിയാൽ അറിയില്ല, അത് പഴുപ്പ് വരുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ കയ്യുമ എന്തെങ്കിലും ചുടുവെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളിയാലൊന്നും അറിയില്ല. അപ്പോൾ സെൻസ് നഷ്ടപ്പെട്ടു. അതുപോലെ കാലുകളും അതെ, കാലുകളിൽ നമുക്കിപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞത് കാരണം നടക്കുമ്പോൾ ഒന്നും നമ്മളൊരു ബെഡിൻ്റെ മുകളിൽ കൂടി നടക്കുന്ന പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. പലപ്പോഴും വീഴാറുണ്ട്, സ്ലിപ്പാവാറുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴും. പരിചയമുള്ള ഓട്ടോറിക്ഷക്കാരെ വിളിക്കും, അവർ നമ്മളെ കൂടെ കൈപ്പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നുണ്ടോ? ഞാൻ പല അത്താണിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീറാം ശങ്കർ സാർ, അദ്ദേഹത്തിന് സൗജന്യമായിട്ടാണ് ചികിത്സ ചെയ്യിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ചികിത്സയ്ക്കായിട്ട് പുറത്ത് പോകാറുണ്ട് അല്ലേ? പോകാറുണ്ട്. ഞാൻ അത്താണി ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പോകാറുണ്ട്. ഈ അൾസർ ഏകദേശം ബൾജ് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ സത്യനാരായണ സാർ, അത് അൾസർ, അതിന് ഞാൻ വേണ്ടി സത്യനാരായണ സാറിൻ്റെ അടുത്ത് പോകാറുണ്ട്. അതുപോലെ ഈ കൈയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ശ്രീറാം ശങ്കർ സാറാണ്. അദ്ദേഹം എനിക്ക് സൗജന്യമായിട്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ തരുന്നത്. പിന്നെ 2 പാലിറ്റ് കെയർ യൂണിറ്റുകാർ എന്നെ നോക്കാൻ വരാറുണ്ട്. അകത്തേത്തറയിലും ഉണ്ട്, പിന്നെ ബാലചന്ദ്രൻ മെമ്മോറിയൽ ഫണ്ട് പാലക്കാട്, അവരും അവരും വന്ന് നോക്കുന്നുണ്ട്. എന്നാലും അത്യാവശ്യമൊക്കെ പുറത്തിറങ്ങി പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ പരിചയമുള്ള ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരെ വിളിക്കും, അവർ കൂടെ നിൽക്കും. മോളുടെ പേരൊന്ന് പറഞ്ഞു തരുമോ? പേര് പറയൂ. അമുദ എന്ന പേര് അല്ലേ? ഡാൻസ് അറിയോ? ഡാൻസ് വിജയാണ് ഇഷ്ടം. സിനിമ നടൻ വിജയനെയാണ് ഇഷ്ടം. വിജയനെ കല്യാണം കഴിക്കണ? വിജയനെയാണ് ഇഷ്ടം അല്ലേ? വിജയനെ കണ്ടിട്ടുണ്ടാ? ഫോണില് കണ്ടിട്ടുണ്ട് അല്ലേ? ടിവിയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം വിജയനെ കാണണം അല്ലേ? നേരിട്ട് കാണണം അല്ലേ? റെഡി, നമുക്ക് ഒരു ദിവസം നോക്കാം കേട്ടാ. ഓക്കെ. വിജയുടെ ഫോട്ടോ ഉണ്ട് കയ്യിൽ, അതുകൊണ്ട് കാലങ്ങളായി. അത് എവിടുന്ന് കിട്ടിയെന്നല്ലേ, ഞാൻ അങ്ങനെ തമിഴൊന്നും വെക്കാറില്ല. പുള്ളി വിജയന്റെ ഫാനാണ് അല്ലേ? അതെ, വിജയന്റെ ഫാനാണ്. വിജയന്റെ ഫോട്ടോ കൊണ്ടാണ് നടക്കണത്. ഓ, അത് ശരി. അപ്പോൾ വിജയനെ കല്യാണം കഴിക്കണമെന്ന് പറയണേ. വിജയന്റെ പാട്ടുകളെ ടിവിയിൽ അതേ കാണുള്ളൂ, മൊബൈലിൽ വിജയന്റെ പാട്ടുകളെ കാണുള്ളൂ. ഓക്കെ എന്നാ സാർ, താങ്ക് യു. മോള് എവിടെയാ പോകണത് കാലത്ത്? സ്കൂളിൽ പോകണ്ടോ? സ്കൂളില്ല അല്ലേ? അവിടെ കളിയൊക്കെയാണ്. രാജേന്ദ്രൻ മാനാട്ടിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഗൂഗിൾ പേയും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. സന്മനസ്സുള്ള പ്രേക്ഷകർക്ക് അദ്ദേഹത്തിനെ വിളിച്ച് ഗൂഗിൾ പേ ചെയ്യുകയും വിവരങ്ങൾ അറിയുകയും ചെയ്യാം.